ടു ഈസ്റ്റേൺ ആനീസ് കിച്ചൺ. ഞാൻ ഇന്ന് ഒരു വിശേഷം പറയാവേ. എന്നാന്നറിയോ, ഞാൻ നേരത്തെ നമ്മൾ ഈ ഷോ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ആനീസ് കിച്ചൺ വെറും ഒരു കിച്ചൺ അല്ല, ശരിക്കും അതെന്നാ പറയുന്നത്, ഫ്രണ്ട്ഷിപ്പിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ലിവിങ് റൂം കം കിച്ചണാണ്. അപ്പോൾ നമ്മുടെ കിച്ചണിനകത്ത് എത്ര പേരാ വന്ന് അല്ലേ, മ്യൂസീഷ്യൻസ് വന്നിട്ടുണ്ട്, പാട്ടുകാർ വന്നിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ സയൻറ്റിസ്റ്റ് വന്നിട്ടുണ്ട്. ശരിക്കും അദ്ദേഹം വന്നപ്പോഴത്തേക്കും നമുക്ക് എന്ത് അറിവാണ് കിട്ടിയത്. ശരിക്കും ഈ പറഞ്ഞ കൂട്ട് എനിക്കൊന്നും ഒരു അറിവും ഇല്ലാത്തതായിരുന്നു ഈ റോക്കറ്റ് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ. ശരിക്കും എനിക്ക് ഒത്തിരി അറിവ് അദ്ദേഹത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നുണ്ടല്ലോ നമ്മുടെ കിച്ചണിലെ, അതായത് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് ഇന്ന്. അതുകൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ ഫുഡ് ചെയ്യാം. വേറെ ഒന്നുമല്ല, ഒരു കാശ്മീരി ചിക്കനും ബട്ടൂരയും. നമുക്ക് ഒത്തിരി നോർത്ത് ഇന്ത്യൻ ആക്കണ്ട, കുറച്ച് നമ്മുടെ കേരളയും കൂടെ മിക്സ് ചെയ്തേച്ച് നമുക്കൊരു കാശ്മീരി ചിക്കൻ ചെയ്യാം. അപ്പോൾ പേപ്പറും പേനയും എടുത്ത് നമുക്ക് കാശ്മീരി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എഴുതിയെടുക്കാൻ റെഡി ആയിക്കോ. ചിക്കൻ അതിന് വേണം. ശരിക്കും ആദ്യം നമ്മൾ ഗ്രേവി അല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ ചിക്കൻ പെരട്ട് ഉണ്ടാക്കിയില്ലേ എന്ന് പറഞ്ഞ പോലെ ആദ്യം ചിക്കനകത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മൊത്തം എന്നാ പറഞ്ഞ പെരട്ടി വെച്ചിട്ട് അത് വേവിച്ചിട്ട് വറുത്തെടുക്കുന്ന ഒരു രീതിയാണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഇതിനകത്ത് 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എന്നാന്നോ, ചിക്കൻ പെരട്ടി വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 2 മണിക്കൂർ വെച്ച് വറുത്തെടുത്താലും മതി, അതിന് കുഴപ്പമില്ല. പക്ഷേ ബേസിക്കലി ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയാവോ, ശരിക്കും ചിക്കൻ അങ്ങോട്ട് പെരട്ടി അതിൻ്റെ പൊടികളെല്ലാം പെരട്ടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കും. ഇതെന്നാത്തിനാണ് ഞാൻ വേവിക്കുന്നതെന്ന് വെച്ചാൽ, ശരിക്കും ചില ചിക്കനകത്തൊക്കെ നമ്മൾ വേവിക്കാതിരുന്നാൽ ആ എല്ലിനകത്ത് നിന്ന് ഇച്ചിരി ചോര വരുന്നതായിട്ടൊക്കെ തോന്നും. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ കുറച്ചുകൂടെ നമുക്കത് വെന്ത് നല്ല ആയിട്ട് എടുത്താൽ ആ ചോര വരുന്ന അതങ്ങ് മാറ്റി കിട്ടും. ഞാൻ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അതല്ല, നമുക്ക് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വറുത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയോ, ഇതിനകത്ത് ഈ പൊടിയെല്ലാം പെരട്ടിയിട്ട് നമുക്ക് വേവിച്ചിട്ട് വറുത്തെടുക്കാം. ഇപ്പം അതിന് നമുക്ക് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ചിക്കൻ വേണം. ചിക്കൻ ഇപ്പം ഇതിനകത്ത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഏകദേശം 1 കിലോയാ. നമ്മുടെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഞാൻ ഈ പറയുന്ന കറക്റ്റ് അളവ് തന്നെ നമ്മുടെ കൈവാക്കിന് കിട്ടിയെന്ന് ഇരിക്കത്തില്ല. ഇപ്പം ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ ഉള്ളതാ ഞാൻ പറയുന്നത്. ചിക്കൻ നമ്മൾ പാത്രത്തിലോട്ട് ഇട്ടു. ഇനി ഇതിനകത്ത് വേണ്ട പൊടികൾ എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഇതിനകത്ത് ഇച്ചിരി ഞാൻ പറഞ്ഞില്ലേ, നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കുറച്ച് വരും. അതുകൊണ്ട് ഒരുപാട് നമ്മൾ മലയാളികളല്ലേ, അതുകൊണ്ട് ഒത്തിരി ഒന്നും ചേർക്കണ്ട. ഇച്ചിരി ചിലർക്കൊന്നും എന്നാന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ്റെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമാവുകയല്ല. നമുക്ക് കേരളം കൂടെ ആവുന്നതുകൊണ്ട് ഒരു ഇച്ചിരി ജീരകം മതി ഇതിനകത്ത്. അതുകൊണ്ട് എഴുതിയെടുത്തോളൂ. ഇപ്പം ആദ്യം ജീരകം വേണ്ട, കുറച്ച് മതി ജീരകം. പിന്നെ നമുക്ക് വേണ്ടിയത് മുളക് പൊടിയാണ്. ഈ മുളക് പൊടി ശരിക്കും കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ലതാണ്. പിന്നെ വേണ്ടിയത് മല്ലിപ്പൊടി കുറച്ച്, അതായത് നമ്മുടെ ഇറച്ചിക്കറിയുടെ പോലെ അല്ല വെക്കുന്നത്, കുറച്ച് ഡിഫറെൻറ്റാണ്, എന്നാലും കുറച്ച് മല്ലിപ്പൊടി. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടിയത് ഇഞ്ചി അരച്ചതാ. പെരട്ടുന്നത് കൊണ്ട് ഇഞ്ചി അരച്ചെടുത്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. ഇത് ഇഞ്ചി അരച്ചതാ. പിന്നെ ഇത് നമ്മുടെ ഇറച്ചിയിലൊന്ന് കോട്ടാവാൻ വേണ്ടിയിട്ട് ഒരു മുട്ട, അതായത് നമ്മൾ ഈ ചേർക്കുന്ന പൊടികളെല്ലാം ഒന്ന് കോട്ടാവാൻ വേണ്ടിയിട്ട് ഒരു മുട്ട. പിന്നെ വേണ്ടിയത് ഗരം മസാല. ഗരം മസാല ശരിക്കും എന്നാന്നോ, നമ്മൾ തനിയെ മസാല എടുത്ത് പൊടിക്കുന്നതിനാ ഏറ്റവും രുചി. അത് ഒത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കുന്ന ഗരം മസാല മതി, അതൊരിച്ചിരി. പിന്നെ ഇത് വെളുത്തുള്ളി അരച്ചതാ. പിന്നെ നമുക്ക് ഉപ്പ് പിന്നെ നമ്മുടെ എന്നാ പറയുന്നത്, സ്വാദനുസരിച്ച്. ചിലർക്ക് ഉപ്പ് കൂടുതലാണ്, ചിലർക്ക് കുറവാണ്. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ടാൽ മതി. ഇനിയിപ്പം നമ്മൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം എഴുതിയെടുത്തില്ലേ, 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ എന്നാ പറയുന്നത് ചതച്ച് വെച്ചത് കൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിലോട്ട് ഇടാം. ഇതല്ല, നമുക്കത് ചതയ്ക്കാനൊന്നും ഒത്തില്ലേലുണ്ടല്ലോ, മിക്സിയിലോട്ട് നമുക്ക് ഇതെല്ലാം ഇട്ടിട്ട് അരച്ച് ഇതിലോട്ട് പെരട്ടി വെച്ചാൽ മതി. ഇപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഇറച്ചിയിലോട്ട് ഇടാൻ പോവാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഇഞ്ചി അരച്ചത്. മിക്സിയിലാണെങ്കിൽ കുഴപ്പമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അടിച്ച് നമ്മൾ ഇടുന്നതല്ലേ.
ഇതിപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇത് എന്നാണെന്നറിയോ, മുട്ട ഒരു ബൗളിലെടുത്ത് അടിച്ചേച്ച് വേണം ഇറച്ചിക്കകത്തോട്ട് ഒഴിക്കാൻ. ഇച്ചിരി ഉപ്പ്. ഇനി അടുത്ത തന്നെ നമ്മൾ ജീരകം ഇടാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ പൊടിച്ചു വെച്ചിട്ടില്ല. പൊടിച്ചു വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇച്ചിരി കൂടും. ഞാൻ പറഞ്ഞില്ലേ, ഫ്ലേവർ ഒരുപാട് വേണ്ട, എന്നാൽ ജീരകത്തിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ വന്ന് പോയച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒരു പിഞ്ച് ജീരകമേ ഇടുന്നുള്ളൂ. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ മുട്ട ചേർക്കുന്നുണ്ട്, ചിക്കനിൽ മുട്ട ചേർക്കുന്നുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്നാണെന്നറിയാവോ, അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സിമ്മാക്കി വെച്ചേക്കണം. ഇപ്പം നമ്മൾ ചിക്കൻ വേവാൻ വെച്ചു. ഇനി വേവുന്ന സമയം ഞാൻ പറഞ്ഞില്ലേ, കാശ്മീരി ചിക്കൻ്റെ കൂടെ നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് ബട്ടൂര എല്ലാവർക്കും മിക്കവർക്കും ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം അത് എന്നൊക്കെയാ ചേർക്കേണ്ടതെന്നുള്ളത്. മൈദ വേണം. പിന്നെ വേണ്ടിയത് പാല് വെച്ചാൽ നമ്മൾ ബട്ടൂര ഇവിടെ കുഴയ്ക്കാൻ പോകുന്നത്. തിളച്ച പാലായിരിക്കണം. നമ്മൾ വെറും തനിപ്പാല് വേണ്ട. തിളച്ച പാല് ഒരുപാട് ചൂടാവുകയും വേണ്ട, എന്നാ പറയുന്ന തീരെ തണുത്തും പോകാൻ പാടില്ല. വാം മിൽക്ക് തന്നെ ഈ ബട്ടൂരയ്ക്ക് വേണം. എന്നാലേ നമ്മുടെ ബട്ടൂര ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ വേണ്ടിയത് തൈര് എന്നാത്തിനാണെന്നറിയാവോ, നമ്മൾ ഈ കുഴച്ച് വെക്കുമ്പോഴത്തേക്ക് ഈ മാവ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് 1 സ്പൂൺ തൈര് മതിയാവും. പിന്നെ വേണ്ടിയത് പഞ്ചസാര ഒത്തിരി ഒന്നും ഇടണ്ട. ഒരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടേച്ചാൽ മതി. ഒരെണ്ണ പറയുന്ന ഒരു 1/4 സ്പൂണോ അങ്ങനെയൊക്കെ മതിയേ. പിന്നെ നമുക്ക് വേണ്ടിയത് 1 മുട്ട. പിന്നെ ഉപ്പ്, അത് നമ്മുടെ എന്നാ പറയുന്നത് ടേസ്റ്റ് അനുസരിച്ച് സ്വാദനുസരിച്ചൊക്കെ ഉപ്പ് ചേർത്ത് വെച്ചാൽ മതി. ഇതെല്ലാം കൂടെ നമുക്ക് കുഴയ്ക്കണം. ആദ്യം കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നാ പറയുന്നത്, പുട്ടിന് നനയ്ക്കുന്ന കൂട്ട് തന്നെ ഈ മുട്ട, തൈര്, ഉപ്പ്, പഞ്ചസാര ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന പോലെ ആദ്യം നനയ്ക്കണം. ഈ ശരിക്കും ബട്ടൂര എന്നെ പഠിപ്പിച്ചത് ശരിക്കും എൻ്റെ സിസ്റ്റർ ഇൻ ലോയാണ് പഠിപ്പിച്ചത്. ആദ്യമൊക്കെ ഞാൻ ചുമ്മാ അങ്ങ് കുഴച്ചു. അപ്പോൾ പിന്നെ സിസ്റ്റർ ഇൻ ലോ എപ്പോഴും പറയും, അയ്യോ ഇങ്ങനെയല്ല കുഴയ്ക്കേണ്ടത്, പുട്ട് നനയ്ക്കുന്ന പോലെ കുഴച്ചേച്ച് പിന്നെ കുറേശ്ശെ പാലൊഴിച്ച് ഞാൻ ഇപ്പോഴും പറയും, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പാത്രത്തിലെടുത്ത് വെച്ച് ഈ പൊറോട്ടയ്ക്കോ ബട്ടൂരയ്ക്കോ ഒന്നും കുഴയ്ക്കരുത്. നമ്മുടെയൊക്കെ വീട്ടിലെ പാതാമ്പരം അങ്ങോട്ട് നല്ലോണം തുടച്ചിട്ടേച്ച് അതിനകത്തിട്ട് വേണം നല്ലതായിട്ട് കുഴയ്ക്കാൻ. ഈ ബട്ടൂര നല്ലതായിട്ട് വരണം എന്നുണ്ടെങ്കിലും ബറോട്ട നല്ലതായിട്ട് വരണം എന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ ആ കുഴയ്ക്കുന്ന രീതി അനുസരിച്ച് ആ ബറോട്ടയും ബട്ടൂരയൊക്കെ സോഫ്റ്റ് ആവത്തുള്ളൂ. തൈര് ചേർക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വെച്ചേച്ചാൽ മതി. അതല്ല നമ്മളിപ്പോൾ കുഴച്ച് വെച്ചിട്ട് വൈകുന്നേരം ഉണ്ടാക്കുന്നതെങ്കിൽ തൈര് ചേർക്കണമെന്നേ ഇല്ല. ബാക്കി സാധനങ്ങൾ മാത്രം ചേർത്തിട്ട് ചുട്ടു കൊടുത്തേച്ചാൽ മതി. അങ്ങനെ ഞാൻ കുഴച്ച് വെച്ച മാവാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുഴയ്ക്കേണ്ട രീതി അറിയാമല്ലോ. ഇനി നമ്മൾ വേവാൻ വെച്ച ചിക്കൻ എന്തായെന്ന് നോക്കാം. എന്തായാലും ചിക്കൻ വേവാൻ കുറച്ച് സമയം എടുക്കും. നമുക്കിന്ന് നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടോ നോക്കണം. ഒരുപാട് വേവിക്കണ്ട, പകുതി വെന്താൽ മതി. കാര്യം എന്നാന്നോ, പകുതി എണ്ണയിലിട്ട് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ പകുതി അതിനകത്ത് കിടന്ന് വേവും. പിന്നെ ഈ പറഞ്ഞ കൂട്ട് നമുക്ക് വെന്താൽ മാത്രമല്ല, പിന്നെ ആ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ പിന്നെയും അതിനകത്ത് കുറച്ച് നേരം ഇടണം. അപ്പോൾ അതിലും കുറച്ച് വേവുണ്ട്. അതുകൊണ്ട് ഒത്തിരി അങ്ങ് വേവിച്ച് അങ്ങ് വെന്ത് പോകണ്ട ഇറച്ചി. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റിയിട്ട് ആസ് യൂഷ്വൽ നമ്മുടെ വലിയ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്ക് ചിക്കൻ വേഗമാവത്തുള്ളൂ. ചിക്കൻ വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിക്കണേ. ഇന്ന് നമ്മൾ വെളിച്ചെണ്ണയിലല്ല ഉണ്ടാക്കുന്നത്. ഏതെങ്കിലും നമ്മുടെ കയ്യിൽ എണ്ണ ഉള്ളതെന്ന് വെച്ചാൽ വെജിറ്റബിൾ ഓയിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് മതി. എണ്ണ ചൂടാവുന്ന സമയം നമുക്ക് ബട്ടൂരയുടെ വലിപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മൾ അന്ന് ബറോട്ട ഉണ്ടാക്കിയ പോലെ തന്നെയാണ്, മീഡിയം സൈസായിട്ടുള്ള ഉരുളകൾ മതി. ഇതേപോലെ കുഞ്ഞുരുളകളായിട്ട് ഉരുട്ട്. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി എണ്ണ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയുടെ ഗ്രേവി ഇടരുത്. ചിക്കൻ മാത്രം പെറുക്കിയിട്ടിട്ട് അത് വറുത്തെടുക്കണം. ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല, ഒരു എന്നാ പറയുന്നത് ഇച്ചിരി ഒരു ബ്രൗൺ ആവുന്ന ആ ഒരു കളർ മതി.
ഫസ്റ്റ് ട്രിപ്പ് ഇറച്ചി ഇട്ടേക്കുക വറുത്തെടുക്കാൻ. ഈ സമയം നമുക്കിനി അതിന് ഉണ്ടാക്കാനുള്ള ഗ്രേവിക്ക് എന്നാക്കിയാണ് വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എഴുതിയെടുത്തോളൂ. അതിനകത്ത് ഇച്ചിരി സാധനങ്ങളൊക്കെ കൂടുതലുണ്ട്. അപ്പം ആദ്യം നമ്മളെടുത്ത ആ പൊടികളൊക്കെ തന്നെ ഇത് പുരട്ടാൻ വേണ്ടി എടുത്ത സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാൽ ഒരു ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. അതെന്നാന്നൊന്ന് എഴുതിയെടുത്തോളൂ. നമുക്ക് സവാള വേണം. സവാള ശരിക്കും ഈ പറഞ്ഞ കൂട്ട് നല്ല കുഞ്ഞായിട്ട് അരിയണം. എത്ര കുഞ്ഞാക്കാൻ പറ്റുമോ അത്രയും കുഞ്ഞായിട്ട് തന്നെ അരിയണം. ഇതൊരു 3 വലിയ സവാള ഉണ്ട്. ഇപ്രാവശ്യം നമുക്ക് ഈ കറിക്ക് എന്താ വേണ്ടിയെന്ന് വെച്ചാൽ ടൊമാറ്റോ നമ്മൾ അരിഞ്ഞേക്കുമല്ല, ഇത് ശരിക്കും അരച്ചെടുത്തേക്കുക. ഒരു മീഡിയം സൈസ് 3 ടൊമാറ്റോ എടുത്തിട്ട് അതിനെ അരച്ചെടുത്തേക്കാൻ മതി, അരച്ചെടുത്തേച്ചാൽ മതി. ഇതെന്താണെന്ന് വെച്ചാൽ കാശ്മീരി ചില്ലിയുടെ ഒരു 8 മുളക് തലയിൽ നമ്മൾ കുതിർത്തിട്ടിട്ട് അരച്ചെടുത്ത പേസ്റ്റായത്. പിന്നെ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടിയും ഞാൻ എടുത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടി തന്നെയാണ്. അതാകുമ്പോൾ നമുക്ക് പേടിക്കണ്ട എരി കൂടുമോ എന്നുള്ളത്. പിന്നെ മഞ്ഞപ്പൊടിയാണ്. ഇത് ശരിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതാ. പിന്നെ എല്ലാവർക്കും അറിയാം നമ്മുടെ സ്വാദനുസരിച്ച് ഉപ്പിടുക. ഉപ്പ് എപ്പോഴും നമ്മൾ കുറച്ചിട്ടാൽ മതി. പിന്നെ ഉള്ളത് ഗരം മസാല, വീട്ടിൽ പൊടിച്ച് വെക്കുന്ന ഏറ്റവും നല്ല, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചാലും മതി. ഇവിടെയും നമ്മൾ കുറച്ച് ജീരകം ഇടണം. ഗ്രേവി ഉണ്ടാക്കുമ്പോഴും നമുക്ക് കുറച്ച് ജീരകം വേണം. അത് ഒത്തിരി ഒന്നുമില്ല, ഒരു പിഞ്ച് ഇതിനകത്തും ഇട്ടേക്കാൻ മതി. ഇത് കുറച്ച് എന്നാ പറയുന്നത് കാഷ്യൂനട്ട് അരച്ചതാ. അത് ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് വരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒത്തിരി ഒന്നും വേണ്ട. എത്ര ഗ്രേവിയാണ് വരുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് അതൊരു കൺസിസ്റ്റൻസി ഒന്ന് കുറുകി വരാനുള്ള മാത്രം മതി. ഞാൻ ഈ അരച്ച് വെച്ചേക്കുന്നത് എന്നാണെന്നറിയാവോ, നമ്മുടെ മുന്തിരിങ്ങ ഇല്ലേ, ആ മുന്തിരിങ്ങ അരച്ചതാണ്. അതായത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ, കിസ്മിസ് നല്ലതായിട്ട് അരച്ചെടുത്തതാണ് ഇതൊരു കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. പിന്നെ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഒന്ന് വറുത്തിട്ടേക്കണം. അത്രേ ഉള്ളൂ. ഇതിനകത്ത് പിന്നെ ഗാർണിഷ് ചെയ്യാൻ എൻ്റെ മാസ്റ്റർ പീസ് ഈ പറഞ്ഞ കൊണ്ട് കറിവേപ്പില ഇല്ല. അതിന് പകരം കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞു വെച്ചേക്കാം. ചിക്കൻ ഇത് കണ്ടോ, ഒരുപാട് ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടില്ല. കുറച്ച് അതെന്നാ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ പുറമേയൊക്കെ ഇച്ചിരി ഒന്ന് ബ്രൗൺ ആയിട്ടേ ഉള്ളൂ. ആ കൂട്ട് തന്നെ വറുത്തെടുക്കണേ. ഇപ്പം ചിക്കൻ ഫുള്ളും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഗ്രേവി ഇതിനകത്തുണ്ട്. ഇത്രയും ഗ്രേവി കാണും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന 1 കിലോ ചിക്കനാണ്. അപ്പോൾ അത് വേവിച്ച് വന്നപ്പോഴത്തേന് ഇത്രയും ഗ്രേവി ഉണ്ട്. ആ ഗ്രേവി വരുന്നത് അങ്ങനെ തന്നെ വേണം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രേവിയിലേക്ക് ചേർക്കാനുള്ളതാണ്. ഗ്രേവി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്നാന്നറിയോ, പ്രത്യേകം ഒരു എണ്ണ ഒഴിക്കരുത്. ശരിക്കും അതൊരു ടിപ്പ് പോലെയാണ്. ഈ ചിക്കനോ മീനോ എണ്ണയിലും വറുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ചിക്കനും ഫിഷോ വറുക്കുന്ന ആ സെയിം എണ്ണയിൽ തന്നെ, അതായത് ഒത്തിരി എണ്ണ കാണും അതിനകത്ത്, കുറച്ചങ്ങോട്ട് മാറ്റിയിട്ട് ആ വറുക്കുന്ന എണ്ണയിൽ തന്നെ ഗ്രേവി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഫുള്ള് വറുത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇച്ചിരി പതഞ്ഞൊക്കെ കാണുന്നില്ലേ, അതെന്നാന്നോ നമ്മൾ മുട്ട ചേർത്ത ചിക്കൻ കോട്ട് ചെയ്തേക്കുന്നത്, അത് പതഞ്ഞ് വരുന്നതാണ്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഈ എണ്ണയ്ക്കകത്ത് തന്നെ വറുത്ത അതിൻ്റെ അരപ്പ് മുഴുവനും ഇതിനകത്തുണ്ട്. അപ്പോൾ ആ എണ്ണയെ തന്നെ വറുക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനകത്തോട്ട് ഉള്ളി, ഈ ഉള്ളിക്കകത്തോട്ട് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പിടാം. എന്നാന്ന് വെച്ചാൽ പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടുമല്ലോ. ഉപ്പിടുമ്പോൾ എപ്പോഴും നോക്കിക്കോണം, ഗ്രേവിയിലെ ഉപ്പ് ഇറച്ചിയിൽ ഉപ്പുണ്ട്, അന്നേരം അതെല്ലാം നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. ഇതിപ്പോൾ ടിപ്പാ, ഉള്ളി പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാ. ഈ ഉള്ളി ആണെങ്കിൽ ഇച്ചിരി ഒന്ന് ബ്രൗൺ ആവുന്നിടം വരെ മൂക്കണേ. ബ്രൗൺ ആയി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളി, കാരണം ഇഞ്ചിയും വെളുത്തുള്ളിക്ക് എപ്പോഴും ഒരു എന്നാ പറയുന്ന ഒരു പച്ചച്ചോവ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ പച്ചച്ചോവ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ആ ഉള്ളി വഴറ്റുമ്പോൾ തന്നെ
അത് ഇടണം. എന്നാലേ അതിൻ്റെ മൂത്ത അതിൻ്റെ ആ പച്ചച്ചോവയൊക്കെ മാറി ഒരു നല്ല ഫ്ലേവർ വരത്തുള്ളൂ. നമ്മുടെ ഉള്ളി ഏകദേശം മൂത്ത് കഴിഞ്ഞ് ഇതിനകത്തോട്ടാ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ടൊമാറ്റോ. ഈ ടൊമാറ്റോയുടെ വെള്ളം വറ്റുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് വേണ്ടിയ പൊടികൾ ചേർക്കണം. കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് പൊടി അങ്ങോട്ട് മൂപ്പിക്കാൻ ഒക്കുകയില്ല. പക്ഷെ എന്നാൽ ഈ ടൊമാറ്റോയുടെ വെള്ളത്തിൽ കിടന്ന് ആ പൊടി ഒന്ന് വേവുകയും വേണം. അതുകൊണ്ട് ഇപ്പം നമുക്ക് പൊടി ചേർക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കാശ്മീരി ചില്ലി പേസ്റ്റ്. ഇതിനി ഇതിനകത്ത് കിടന്ന് നല്ലതായിട്ട് മൂത്ത് അതിൻ്റെ ആ എന്നാ പറയുന്നത് എണ്ണ തെളിയണം. അതാ ഇതിൻ്റെ കണക്ക്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ജീരകം, ഒരുപാട് ഇടരുത്, ഒരു പിഞ്ച് ജീരകമേ ഇട്ടാൽ മതി. ഈ സമയത്ത് ഉപ്പ് വേണ്ടിയവർക്ക് ഉപ്പ് നോക്കാം. ഇപ്പം ഞാൻ ഇച്ചിരി ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പില്ല, ഇച്ചിരി കൂടി ഇടാം കേട്ടോ. ഇപ്പം ശരിക്കും കണ്ടോ ആ വെള്ളം ഫുൾ വറ്റി എണ്ണ തെളിഞ്ഞു തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് നേരത്തെ അരച്ച് വെച്ചില്ലേ നമ്മുടെ ആ മുന്തിരിങ്ങ, ഇത് ഒരുപാടൊന്നും ഇടല്ല, ഇച്ചിരി സ്വീറ്റ്നെസ് ഉള്ളതുകൊണ്ട് ഒത്തിരി വേണ്ട, ഒരു സ്പൂൺ ഇതങ്ങോട്ട് നല്ലതായിട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഒരു എന്നാ പറയുക ചിക്കൻ വേവിച്ച് വെച്ചിട്ട് വന്ന ബാക്കി അരപ്പില്ലേ അത് ഇതിനകത്തോട്ട് ചേർക്കണം. ഇതിനകത്തോട്ട് ആ ഗ്രേവി ചേർത്തതിന് ശേഷം നമ്മൾ ഈ എന്നാ വറുത്ത് വെച്ചേക്കുന്ന ചിക്കനില്ലേ അതിനകത്തോട്ട് ഇടുക. ഈ കാശ്മീരി ചിക്കന് 2 ഓപ്ഷനുണ്ട്. ഒന്ന് ഡ്രൈ ആക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവി ആക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ചിക്കൻ ആണെങ്കിൽ ഒന്ന് പെരണ്ട് വരുന്ന പരുവാന്നേ. അതിനെ ഞാൻ ഇച്ചിരി ഒന്ന് ഗ്രേവി ആക്കാൻ പോവാ. അതിന് ഇച്ചിരി വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ വെള്ളത്തിനൊന്നും ഇല്ലല്ലോ, അപ്പോൾ ആ ഒരു ടേസ്റ്റ്ലെസ് അല്ലേ. അപ്പം നമ്മുടെ ഈ അരപ്പൊക്കെ ഒന്ന് ആ വെള്ളവും ചിക്കനും ഒക്കെ ആയിട്ടൊന്ന് പിടിക്കണം. അത് പിടിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ചിക്കൻ നല്ല പെരണ്ടിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേവി ആക്കേണ്ടവർക്ക് വെള്ളം ഒഴിക്കുക. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി പെരട്ടിയാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഒത്തിരി വെള്ളമില്ല. എന്നാൽ വെള്ളം ഒഴിച്ച എന്നാത്തിനാന്ന് വെച്ചാൽ അത് ആ ഗ്രേവി ആ ചിക്കനിലൊക്കെ ഒന്ന് പിടിക്കാനും ഒക്കെ ആയിട്ടാണ് ഞാൻ ആ ഗ്രേവി ഒഴിച്ചത്. എന്നാൽ നമ്മൾ ചിക്കൻ വറുത്തല്ലേ എടുത്തേ, അപ്പോൾ ആ ചിക്കൻ ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആവണ്ടേ, അതിനും കൂടിയൊക്കെയാണ് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചത്. ഇപ്പം ആ ഒഴിച്ച വെള്ളവും നല്ലോണം ചിക്കനിൽ പിടിച്ചിട്ട് എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് എന്നാ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പില്ലേ അതൊരു 2 സ്പൂൺ, അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇച്ചിരി മല്ലിയില, ഇനി ഇതിനെ ഒരു ഇച്ചിരി നേരം കൂടെ അടച്ചിടണം. അതിനെന്നാന്നറിയാവോ, നമ്മളിപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ഒഴിച്ചില്ലേ അതും ഇട്ട മല്ലിയിലയുടെ ഫ്ലേവറും കൂടി ഇതിനകത്തോട്ടൊന്ന് ഇറങ്ങണം. അതിന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. ഈ സമയം നമുക്ക് എന്നാ പറയുന്നത് ബട്ടൂര ഉണ്ടാക്കണ്ടേ. അപ്പം ഇതൊന്ന് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ബട്ടൂരയുടെ എണ്ണയൊക്കെ വെച്ച് അതിനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ബട്ടൂര പരത്തിയിട്ട് അത് നമുക്ക് ഉണ്ടാക്കാം. ബട്ടൂരയും പൂരിയും ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ എപ്പോഴും പരത്തി ഉണ്ടാക്കുമ്പോഴത്തേന് പരത്തിയ ഉടനെ തന്നെ ചുട്ടെടുക്കണം. അതുകൊണ്ട് എണ്ണ ചൂടാവാൻ വെച്ചിട്ടേ ഉണ്ടാക്കാൻ തുടങ്ങാവുള്ളേ. പിന്നെ ബട്ടൂരയ്ക്ക് പൂരിയുടെ പോലെ ഒരുപാട് നമ്മൾ തിന്നാക്കി അങ്ങോട്ട് അതിനെ പരത്തരുത്, കുറച്ച് കട്ടി അതിന് വേണം. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നല്ല ഈ ചൂട് എണ്ണയിലോട്ട് നമ്മുടെ ബട്ടൂര ഈ പൂരിയും ബട്ടൂരിയും ഒക്കെ ഇങ്ങനെ പൊങ്ങി വന്നില്ലേലുണ്ടല്ലോ, ഏട്ടൻ്റെ അമ്മ പറഞ്ഞു തന്നൊരു ടിപ്പാട്ടോ. അത് ഇങ്ങനെ പൊങ്ങാത്ത ഭാഗത്തോട്ട് നമ്മൾ ഈ കണ്ണാപ്പ വെച്ചേച്ച് ഒരു കൂത്ത് കൊടുത്താൽ മതി, അന്നേരം അത് പൊങ്ങി വരുമെന്നാണ് പറയുന്നത്. ശരിയാട്ടോ, അങ്ങനെ വരും. കുത്തെന്ന് പറഞ്ഞാൽ ഒരു കുത്തല്ല, ഈ പറഞ്ഞോട്ട് ഈ കണ്ണാപ്പ വെച്ചേച്ച് ഒന്ന് തട്ടിയേച്ചാൽ മതി. കണ്ടോ, അതുപോലെ അങ്ങ് പൊങ്ങി വന്നോളൂ.
പിന്നെ ബട്ടൂരയ്ക്ക് ഒരുപാട് ബ്രൗൺ കളർ മൂക്കണ്ട, ഒരു ലൈറ്റായിട്ട് മൂത്ത് വന്നേച്ചാൽ മതി. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ബട്ടൂരയും ചുട്ടെടുക്കണം. ഇനി നമ്മുടെ എന്നാ പറയുന്ന ചിക്കൻ നല്ല പെരണ്ട അതിനകത്ത് നല്ല ഗ്രേവി ആയിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ ചിക്കനും ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഗസ്റ്റ് വരാൻ സമയമായില്ലേ, ആ സമയം അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യണമെന്നറിയോ, ഇച്ചിരി ഗാർണിഷ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തായിടണ്ടേ, പക്ഷേ ഇതിനകത്തെല്ലാം വറുത്തും പൊരിച്ചും എണ്ണയും ഒക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥിതിക്ക് ഇനി ഇതും കൂടെ വറുത്തിട്ടാൽ നിങ്ങൾ എന്നെ ചുമ്മാ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്കിത് ചുമ്മാ അങ്ങ് ഗാർണിഷ് ചെയ്തേച്ചാൽ മതി. ഇനി നമ്മുടെ ഈ മെസ്സപ്പൊക്കെ ഒന്ന് മാറ്റി ഡെക്കറേറ്റ് ചെയ്ത് വെക്കണ്ടേ. ഇന്ന് നമ്മുടെ എന്നാ പറയുന്നത് ചിക്കൻ, കാശ്മീരി ചിക്കനും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതിനൊരു എന്നാ പറയുന്നത് ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. പിന്നെ ഈ പറഞ്ഞ പോലെ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആനീസ് കിച്ചണിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് നമുക്ക് വന്നേക്കുന്നത്. നമ്മുടെ ആനീസ് കിച്ചണിൽ വന്ന എല്ലാവരും നല്ല സ്പെഷ്യൽ ഗസ്റ്റാണ്. പക്ഷേ ഇന്ന് വന്നിരിക്കുന്നത് എന്നാന്ന് പറയാമോ, ഒരു ന്യൂ ജനറേഷൻ ഒരു യൂത്ത് ആക്ടറൊക്കെയാണ്. ശരിക്കും പേര് പറയുവാണെങ്കിൽ പേര് പറയാം. ആദ്യം ശരിക്കും അതിനെക്കാട്ടിലും എനിക്ക് പറയേണ്ടത് എന്നാ അറിയോ, ഇപ്പം നമ്മുടെ ഇറങ്ങിയില്ലേ ദ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് മൂവി എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ ഇറങ്ങിയ പടത്തിൽ ഒരു ശരിക്കും എന്നാ പറയുന്നത് പൃഥ്വിരാജിനോടും ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ക്യാരക്ടർ ചെയ്ത ഒരു യൂത്ത് തന്നെയാണ്. പേരെന്നാ ചോദിച്ചാൽ ആദ്യമൊക്കെ പേരൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് ഇച്ചിരി ഒരു പാടായിരുന്നു കേട്ടോ പേര് പറയാൻ. ടൊവിനോയും വൈഫ് ലിഡയും കൂടി നമ്മുടെ ഷോയിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ എൻ്റെന്നല്ല ശരിക്കും ഏട്ടൻ തന്നെ ടൊവിനോയുടെ ഫസ്റ്റ് മൂവി എനിക്ക് തോന്നുന്നു ABCD ആണെന്ന് തോന്നുന്നു, പക്ഷെ എനിക്കറിയത്തില്ല. അത് നമുക്ക് ടൊവിനോട് തന്നെ ചോദിക്കാം. അതിനകത്ത് ഏട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ടൊവിനോയുടെ ക്യാരക്ടർ കണ്ടിട്ട് ഏട്ടൻ എന്നോട് ആദ്യം വീട്ടിൽ വന്ന് പറഞ്ഞേക്കുന്നത് എന്നാന്ന് വെച്ചാൽ നെക്സ്റ്റ് ഒരു നല്ല റേഞ്ചുള്ള ഒരു ആർട്ടിസ്റ്റാണ് ടൊവിനോ എന്ന് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞ ടൊവിനോനെ ഫസ്റ്റ് അറിയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞെന്നൊക്കെ ടൊവിനോന് എന്നാലാക്കാൻ പറയാൻ കാണും അല്ലേ. നമുക്ക് എന്തായാലും ആഹാരത്തോട് പോയി നിന്ന് നമുക്ക് വിശേഷങ്ങൾ അന്വേഷിക്കാം ഇല്ലേ. ടൊവിനോ ഒത്തിരി പറയാനില്ലേ, അതാ നമുക്ക് എന്നാ പറഞ്ഞ പിന്നെ എന്നാ ഇഷ്ടം. ഞാനിപ്പോൾ ടോവിനോട് ചോദിച്ചൊന്നുമല്ല കേട്ടോ ഇത് ഉണ്ടാക്കിയേ, പക്ഷെ എന്നാലും ഒരു സ്പെഷ്യൽ തരണ്ടേ. അപ്കമിങ് ഹീറോ ആണെന്ന ശരിക്കും പറഞ്ഞ എൻ്റെ ഏട്ടനൊക്കെ പറയുന്നത് നല്ല റേഞ്ച് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ ആവണം അല്ലേ. പിന്നെ ആക്ടിങ്ങിനെ കുറിച്ചും ഒക്കെ ചോദിക്കണം. എന്നാ പറയുന്നു ലിഡ പറയുന്നു, എന്നാ പറയുന്നു ലിഡിയ. ഓക്കെ, എന്നാന്നറിയോ എനിക്ക് ഒരു കൺഫ്യൂഷൻ കേട്ടോ. ടിനോ പേരും പ്രശ്നം, വൈഫിന്റെ പേരും പ്രശ്നം. ഞങ്ങൾ ഇച്ചിരി സമയം എടുക്കട്ടെ അതൊന്ന് പഠിക്കാനായിട്ട്. ഫേമസ് ആണ് മൊയ്തീൻ ആക്കിയില്ലേ. എന്നാ ടൈപ്പ് ഭക്ഷണമാണ് ഇഷ്ടം? എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ഞാൻ നോൺ വെജ് ആണ് കൂടുതൽ ഇഷ്ടം. ഇന്നതെന്നില്ല, എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. വെജിറ്റേറിയൻ ഒക്കെ ഇഷ്ടമാണ്? വെജിറ്റേറിയനും ഞാൻ കഴിക്കും. നോൺ വെജും വെജും ചോദിച്ചില്ല, ജങ്ക് ഫുഡ്സ് ആണോ നാടൻ ഫുഡാണോ ഇഷ്ടം? അങ്ങനെ പറയാൻ പറ്റില്ല. നാടൻ ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ തരം ഭക്ഷണവും ട്രൈ ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ് ഏറ്റവും ഇഷ്ടം. അല്ല, ഇപ്പൊ ഇടയ്ക്ക് കഴിക്കുന്നതനുസരിച്ച് വർക്കൗട്ട് ചെയ്യും. ചിലതിന് മസിലൊന്നും ആവശ്യമില്ലാത്തതാണെങ്കിൽ കഴിക്കൂല, വർക്കൗട്ടും ചെയ്യൂല, അങ്ങനെയാവും. എങ്കിലും ഓരോ ക്യാരക്ടറിനും ഓരോ ലുക്കും. ഇപ്പൊ ഞാൻ ചില ക്യാരക്ടേഴ്സിന് വേണ്ടി തടി കൂട്ടിയിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. അതുപോലെ ഫേഷ്യൽ ഹെയറിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് ഒരു ക്യാരക്ടർ മറ്റൊരു ക്യാരക്ടറിന് ഒരു രീതിയിൽ റിസംബിൾ ചെയ്യുന്ന ഒരു ആഗ്രഹമുണ്ട്. അത് കാരണം കൊണ്ടാണ് ചില നേരത്തെ റിസംബിൾ ചെയ്യുന്നില്ല എന്ന് ടൊവിനോ പറഞ്ഞില്ലേ. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മൂവി കഴിഞ്ഞിട്ട് 2-3 പടം അടുപ്പിച്ച് ചെയ്തപ്പം എനിക്ക് പ്രേക്ഷകർക്ക് പോലും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് അല്ലേ. ഈ ടൊവിനോ ആണോ ആ പടത്തില്, ഇത് ആ പയ്യൻ തന്നെയാണോ ഇത് എന്നൊരു കൺഫ്യൂഷൻ വന്നിട്ടില്ലേ. കഴിയുമ്പോഴേ ആൾക്കാർ ഒരു പുതുമുഖം, അടുത്ത പടം പുതിയൊരു പുതുമുഖം, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റെക്കഗ്നൈസ് ചെയ്തിട്ടേ ഇല്ല അല്ലേ. ഞാൻ ABCD സിനിമ ഞാൻ തിയേറ്ററിൽ ഇരുന്നിട്ട് ആദ്യ ദിവസം കാണുമ്പോൾ ഞാനപ്പോൾ ലുക്സ് പിന്നെയും മാറ്റിയിരുന്നു. എനിക്കിഷ്ടമാണ് എൻ്റെ ലുക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എൻ്റെ ബാക്കിലിരിക്കുന്നവർ ഞാൻ വരുന്ന സീനിൽ പറയുന്നത് തെലുങ്ക് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് എന്നെ അപ്പം ഞാൻ വിചാരിക്കും ദൈവമേ ഞാനല്ലേ അതപ്പോൾ. അങ്ങനെയാണ് ഓരോ സിനിമ കഴിയുമ്പോൾ ഇപ്പോൾ 7th ഡേ കഴിഞ്ഞപ്പോഴാണ് 7th ഡേ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഞാൻ ഫസ്റ്റ് കണ്ടിറങ്ങിയിട്ട്
ഞാൻ ഇറങ്ങി നടന്നു വരുമ്പോഴാണ് ഒരാളോട് വന്നിട്ട് ABCD അഭിനയിച്ച ആളല്ലേ എന്ന്. കാര്യം ആ സമയത്ത് ഞാൻ ക്ലീൻ ഷേവ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ABCD അഭിനയിച്ചാണ്, ഈ സിനിമ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കണ്ടു കേട്ടാ, ഞാൻ എങ്ങനെയുണ്ട്, സിനിമയിലുണ്ടോ? അങ്ങനെയാണ് അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അവർക്കൊരു വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. കാര്യം ഞാൻ വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് താടി ഇല്ലാത്ത സമയത്തായിരുന്നു. ശരിക്കും ആരും റെക്കഗ്നൈസ് ചെയ്തില്ല എന്നൊക്കെ ടോവിനോ പറഞ്ഞു. പക്ഷെ അതിനകത്ത് എനിക്ക് തോന്നിയ ഒരു പ്ലസ് പോയിന്റാ തോന്നിയത്. ഒരു ആസ് എൻ ആർട്ടിസ്റ്റ് കുറച്ച് വിഷമം വരും, അതല്ല. പക്ഷെ എനിക്ക് തോന്നിയത് ആ ഡെഡിക്കേഷൻ ടു ദ പെർട്ടിക്കുലർ ക്യാരക്ടർ, അല്ലെങ്കിൽ ആ ഒരു തൊഴിലിനോടുള്ള ഒരു ഡെഡിക്കേഷൻ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു അല്ലേ. ആ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോൾ മറ്റൊരു ക്യാരക്ടർ മനസ്സിലായില്ല, അല്ലെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് ആക്കുകയല്ലേ ലുക്സ് പോലും. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ആദ്യം ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ എല്ലാവരും പോലെ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് എൻ്റെ പ്രയോറിറ്റി മണി ആൻഡ് ഫെയിം തന്നെയാണ്. അതല്ലാന്ന് പറയുന്നത് വെറുതെ ജാട കാണിക്കേണ്ട കാര്യമില്ല. പക്ഷേ വൺസ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ പോകുന്നു. ഒരു ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ മനസ്സുകൊണ്ട് ഭയങ്കര ട്രാൻസ്ഫോംഡ് ആയിട്ടാണ് ഇറങ്ങുന്നത്. കാര്യം ഞാൻ ആഗ്രഹിച്ചതൊന്നുമല്ല ശരിക്കും സിനിമയിൽ നിന്ന് കിട്ടേണ്ടത്, വേറെ എന്തൊക്കെയോ ആണെന്നുള്ളത്. അതായത് ഞാൻ ആ ഫിലിം ഫെസ്റ്റിവലിന് നല്ലപോലെ അപ്രിഷിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സിനിമയുടെ ഡയറക്ടറും അതിലെ ആക്ടേഴ്സും വന്ന് അവർ സ്റ്റേജിൽ കയറി നിൽക്കുന്നു. അപ്പോൾ ഈ കാണാനിരിക്കുന്നത് മുഴുവൻ ട്രൂ ഫിലിം ലവേഴ്സാണ്. ഞാൻ കണ്ട പലരും അവർ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെയാണ്. അവർ 10 ദിവസം ലീവ് എടുത്തിട്ട് വരും. അവർക്ക് സിനിമയിൽ ഒന്നും ആവണ്ട, നല്ല സിനിമകൾ കാണാൻ വേണ്ടി മാത്രം വരുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിൽ കിട്ടുന്ന അപ്രിസിയേഷനാണ് ഈ മണിയേക്കാളും ഫെയിമിനേക്കാളും ഒക്കെ വലുതെന്ന് ഒരു ഫിലിം ഫെസ്റ്റിവലിൽ എനിക്ക് മനസ്സിലായത്. ഇനി കഴിച്ചിട്ട് ഞാൻ പറയാം. അമ്മ വീട്ടിലുണ്ടാക്കുന്ന അത്രയും ഒരു കറി വരുമോ എന്നറിയില്ല. അല്ല, എനിക്ക് ചിക്കൻ എന്ന് പറയുന്നതിലെ അത് എങ്ങനെ വെറുതെ ചുട്ട് തന്നാലും ഞാൻ ചിക്കൻ അത്ര ഇഷ്ടം. ചിക്കൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഏറ്റവും ഇഷ്ടം. ഞാൻ അങ്ങനെ ഉണ്ടാക്കല് കുറവാണ്. വീട്ടിൽ അമ്മ ഉണ്ടാവുമ്പോ അമ്മ തന്നെയാണ് എല്ലാം ചെയ്യല്. മടിച്ചെന്ന് പറഞ്ഞ സത്യമായിരിക്കും. അല്ല, പക്ഷെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിരുന്നു. അല്ല, സാഹചര്യം വരുമ്പോഴേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ വീട്ടിൽ അമ്മ ഉണ്ടാവുമ്പോ അമ്മ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യാറ്. ടോവിനോ ആദ്യമേ ശരിക്കും ഫീൽഡിലേക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ തന്നെ വന്ന പഠിച്ചതോ? ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. ഞാൻ വർക്ക് ചെയ്തത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ടാണ്. പക്ഷേ ഇതിനോടൊക്കെ നമുക്ക് അതിനേക്കാളും എനിക്കിഷ്ടം കുക്കിംഗ് ഒക്കെയാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം അഭിനയം തന്നെയാണ്. ഈ മൊയ്തീനിലേക്ക് എത്തിപ്പെട്ട എങ്ങനെയാ? ഹൗ യു ഗോട്ട് ദാറ്റ് ക്യാരക്ടർ? സെവൻത്ത് ഡേ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനുണ്ടായിരുന്നു 7th ഡേയിൽ, പൃഥ്വിരാജ് ഉണ്ടായിരുന്നു 7th ഡേ. പക്ഷെ അദ്ദേഹം ഞാനുമായിട്ട് ഒരു കോമ്പിനേഷൻ സീൻ പോലും ആ സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ സിനിമയ്ക്ക് ആ സ്ക്രീനിന് പുറത്ത് ഞങ്ങൾ അത്യാവശ്യം നല്ല സുഹൃത്തുക്കളായി ആ സമയം കൊണ്ട് തന്നെ. ഞാനൊരു സുഹൃത്ത് എന്നതിലുപരി ഒരു ചേട്ടനെ പോലെ സ്നേഹിക്കുന്ന ആളാണ് ശ്രീ പൃഥ്വിരാജ്. അങ്ങനെയാണ് അദ്ദേഹമാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു സിനിമ ഉണ്ട്, ഇതിലൊരു ക്യാരക്ടറുണ്ട്, ഈ ക്യാരക്ടർ ടോവിനോ ചെയ്താൽ നന്നായിരിക്കും, അപ്പോൾ ഡയറക്ടറുമായിട്ടൊന്ന് സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡയറക്ടർ എന്നെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഇതിലേക്ക് വരുന്നത്. ഇപ്പൊ ഈ മൊയ്തീനിലെ ക്യാരക്ടർ ചെയ്തില്ലേ ടോവിനോ, അപ്പൊ ആ ക്യാരക്ടർ എൻറ്റയർലി ഡിഫറെന്റ്. അതായത് ഒരു 60 years ബാക്ക് ആണ്. അപ്പൊ അതിനകത്തുള്ള ഗെറ്റപ്പ് എന്താണെന്നറിയാലോ. അപ്പം ആദ്യമായിട്ട് ചെയ്യുമ്പോ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ, ആദ്യത്തെ താടി ഉണ്ടായിരുന്നു, പിന്നെ താടിയില്ല, ഇപ്പൊ എന്റെ കോലം ഇങ്ങനെ, ദൈവമേ ഇത് പിന്നെയും കുഴപ്പമാവോ, അങ്ങനെ വല്ല ഫീൽ ചെയ്ത? അല്ല, ഇതിന്റെ പ്രിപ്പറേഷൻ ഭയങ്കര രസമായിരുന്നു. കാര്യം ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്, അപ്പോൾ കാണുമ്പോൾ ഒരു ഫുട്ബോളറെ പോലെ തോന്നിക്കുന്നുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സിനിമയിൽ അങ്ങനെ ശരീരത്തിന് അത്ര പ്രാധാന്യം ഇല്ലാത്തതായിരുന്നു. അപ്പോൾ ഞാൻ ബേസിക്കലി കുഴപ്പമില്ലാതുകൊണ്ട് ഞാൻ ഉഴപ്പി. എന്നിട്ട് എനിക്ക് സമയം കിട്ടിയത് ഒരു 40 ദിവസമൊക്കെ മാക്സിമം കിട്ടിയിട്ടുണ്ടാവും. ആ 40 ദിവസം കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി. അപ്പോൾ ചെയ്യുന്ന രാവിലെയും വൈകിട്ടും വർക്കൗട്ട് ചെയ്യുക, ഭക്ഷണത്തിൽ നിന്ന് ഷുഗറും ഫാറ്റും കട്ട് ചെയ്യുക, പ്രോട്ടീൻ ഇങ്ങനെ കഴിക്കുക, വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ജിമ്മുണ്ട്, ഒരു കാറ്റമൗണ്ട് എന്ന് പറഞ്ഞൊരു ജിമ്മുണ്ട്. അവിടുത്തെ ട്രെയിനർ ഉണ്ട് ഷൈജൻ്റെ അടുത്താണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ അവിടെ അതറിയുന്നത് ഉണ്ണി മുകുന്ദനൊക്കെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന അവിടെയാണ്. നല്ല ട്രെയിനറാണ് അദ്ദേഹം. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് 6 pack ഒന്നും വേണ്ട, എനിക്കൊരു ഫുട്ബോളറെ പോലെ തോന്നിപ്പിക്കുന്ന ശരീരം വേണം. അപ്പോൾ കറൻ്റ്ലി ആ സമയത്ത് എനിക്ക് കുറച്ച് വയറൊക്കെ ചാടിയിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വർക്കൗട്ട് എത്ര വേണമെങ്കിലും ചെയ്യാൻ പ്രശ്നമില്ല, ഞാൻ ചെയ്തോളാം, പക്ഷേ ഈ റിസൾട്ട് വേണമെന്ന് പറഞ്ഞു. ശരിക്കും ഈ ആക്ടിങ്ങിൽ ആരെങ്കിലും റോൾ മോഡൽ ആക്കുന്നുണ്ട്? ഒരുപാട് പേരുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയും പോകേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ ഉണ്ടല്ലോ ഏറ്റവും വലിയ ലെജൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണിത്. എന്താ ചെയ്യുന്നത്? ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. കല്യാണത്തിന് മുമ്പ് വർക്ക് ചെയ്തിരുന്നു. ഇപ്പോ സ്വസ്ഥം ഗൃഹഭരണം. അതെ, ഞങ്ങൾ രണ്ടുപേരും എഞ്ചിനീയറിംഗ്. ശരി.
ഞങ്ങള് രണ്ട് സ്ട്രീംസ് ആയിരുന്നു രണ്ടുപേരും, രണ്ട് സ്ട്രീംസ് ആയിരുന്നു. ഞങ്ങള് ഇപ്പൊ ഈ ചോദ്യം എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് അതങ്ങോട്ട് തന്നെയാ പോകുന്നെ. അതായത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഒരു 10th ശേഷം +1 +2 ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് അന്ന് തുടങ്ങിയ പരിചയമാണ്. ഇരിഞ്ഞാലക്കുടയാണ്. ഞങ്ങളുടെ വീടുകൾ തമ്മിൽ ഒരു 2 കിലോമീറ്ററിന്റെ ഒക്കെ വ്യത്യാസം മതിയല്ലോ. അങ്ങനെ പിന്നെ എഞ്ചിനീയറിംഗിന് ഞാൻ ചേർന്നു. ഇവിടെ റിപ്പീറ്റ് ചെയ്തു. അല്ല, അത് കഴിഞ്ഞപ്പോ എനിക്ക് അവിടെ ഞാനാണ് ഇവൾക്ക് അതിന്റെ അവിടെ അഡ്മിഷൻ എടുത്ത്. അങ്ങനെ പിന്നെ വീട്ടിലും വലിയ കലാപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു 5-10 വർഷം വെച്ചിട്ടുണ്ട്. അത് അടുത്ത് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. അത് ഇതിഹാസ എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ ബിനു. അപ്പൊ ആ ടീം തന്നെയാണ്, ഓൾമോസ്റ്റ് ആ ടീം തന്നെയാണ്. അതിൽ ഉണ്ണി മുകുന്ദനാണ് നായകനായിട്ട് അഭിനയിക്കുന്നത്, ഞാനതിൽ വില്ലനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അടുത്തൊരു സാധനം ട്രൈ ചെയ്യാണ്. മേക്ക് ഓവറിന്റെ അല്ല, ഞാൻ ഇതുവരെ ഫൈറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ പടത്തിൽ ഫൈറ്റ് ഉണ്ട്. അപ്പൊ അത് ഒരു കൈ നോക്കാം. ഇഷ്ടമാണ് കാണാൻ, എളുപ്പമല്ല അത് ചെയ്യാനായിട്ട്. ഇപ്പൊ എല്ലാവരും പറയും ഒരു ഫൈറ്റ് കഴിയുമ്പോൾ അത് റോപ്പാണ്, അത് കമ്പ്യൂട്ടർ ആണെന്നൊക്കെ പറയും. പക്ഷെ കമ്പ്യൂട്ടർ റോപ്പൊന്നും ഫൈറ്റ് ചെയ്യൂല. നമ്മൾ ചെയ്താൽ അതിനെ എൻഹാൻസ് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം പറഞ്ഞല്ലേ. ഇപ്പം സപ്പോസ് ഡ്യൂപ്പ് ഇല്ലാതെ ചെയ്യാൻ പറഞ്ഞ ചെയ്യോ? ഞാൻ ഡ്യൂപ്പ് ഇല്ലാതെ ചെയ്തേക്കണ്. ഇപ്പൊ ഫൈറ്റ് ആദ്യമായിട്ടാ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഭാഗ്യകാരിയല്ല ചോദിച്ചത്. അല്ല, ഞാൻ ഡ്യൂപ്പില്ലാതെയാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. എനിക്ക് ഡ്യൂപ്പില്ലാതെ ചെയ്യാനാണ് ഇഷ്ടം. നമ്മുടെയൊക്കെ റോൾ മോഡൽ അല്ലേ ജയ. എനിക്ക് ഇപ്പൊ 7th എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിൽ 7th ക്ലൈമാക്സിൽ ഞാൻ മറ്റേ വെള്ളച്ചാട്ടത്തിലേക്ക് ചാടുന്ന ഒരു സീനുണ്ട്. അത് ശരിക്കും വെള്ളച്ചാട്ടത്തിലൊന്നും അല്ല ഷൂട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ CG ചെയ്യണമെങ്കിൽ അവർക്ക് പ്ലേറ്റ്സ് എടുക്കണം, അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വേണ്ട. ഞാനപ്പോൾ കുറച്ച് ഹൈറ്റ് എന്തെങ്കിലും ചാടണ്ടേ. അങ്ങനെ ഒരു 10-15 അടി ഹൈറ്റുള്ള ഒരു പാറയുടെ മുകളിലും താഴത്ത് ബെഡ് ഉണ്ടായിരുന്നു. ഒരു 2-3 ബെഡ് കനത്തിലിട്ടിട്ടാണ്. ഒരു പ്രാവശ്യം ചാടി, 2 പ്രാവശ്യം ചാടി, അങ്ങനെ ഒരു 12 പ്രാവശ്യം ചാടി. പല ആംഗിളിൽ നിന്ന് എടുക്കണം. അല്ല, പല ആംഗിളിൽ നിന്ന് എടുക്കണം. പിന്നെ ജിപ്പ് ഷോട്ടിന് പിന്നെ എന്തായാലും റീടേക്സ് ജീവിതത്തിൽ ഇങ്ങനെ ചാടി കാണൂല. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ടേക്കിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് ടേക്ക് കഴിഞ്ഞിട്ട് വെറുതെ ഒരു പ്രാവശ്യം കൂടെ ചുമ്മാ ചാടിയാലെന്ന് വെച്ചിട്ട് എനിക്ക് ചാടാൻ പറ്റില്ല. ഒരു ഹീറോ ആണോ ഇഷ്ടം, അല്ലെങ്കിൽ ഒരു ആന്റി ഹീറോ ആണോ? ഏത് ടൈപ്പ് ഓഫ് റോൾ കൂടുതൽ ഇഷ്ടം? നാച്ചുറൽ പെട്ടെന്ന് വരുന്ന നമുക്കൊരു ഹീറോ ആയിരിക്കും. എന്നാലും ഞാൻ പക്ഷെ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ സിനിമയിൽ വന്നത് അമിതാഭ് ബച്ചൻ ആവാനല്ല, നസ്രുദ്ദീൻ ഷാ ആവാനാണ്. എങ്കിൽ കൂടി നസ്രുദ്ദീൻ ഷാ അമിതാഭ് ബച്ചൻ ചെയ്തത്രയും സിനിമകൾ ചെയ്തിട്ടില്ല. എനിക്ക് അമിതാഭ് ബച്ചൻ ചെയ്തത്ര സിനിമകൾ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ കൊണ്ട് പഠിച്ചതൊക്കെ എഞ്ചിനീയറിംഗ്, why you didn't go with that? പണി അറിയില്ലായിരുന്നു. പിന്നെ പഠിക്കാൻ പോയത് ഞാൻ ചോദിക്കുന്നു, പിന്നെ എന്നാ പഠിക്കാൻ പോയെന്ന് ചോദിക്കുവേ. അതായത് 10th ക്ലാസ് കഴിഞ്ഞു, +2 എന്റെ ചേട്ടൻ സയൻസ് എടുത്തു, ഞാനും സയൻസ് എടുത്തു. ചേട്ടന്റെ പറയാൻ അത് കഴിഞ്ഞ് അപ്പൊ എനിക്ക് ഈസി വേ ആയിരുന്നു, ചേട്ടനെ ഫോളോ ചെയ്ത് പിന്നാലെ പോയാൽ മതി. അപ്പൊ കുറ്റം പറയില്ലല്ലോ ആരും. അപ്പൊ അന്നൊക്കെ അങ്ങനെയായിരുന്നു ജീവിതം. ഇപ്പൊ എന്താ പറയാ, എന്താണ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഒരു എഞ്ചിനീയറിംഗിന്റെ ജോലി ഒന്നും എനിക്കറിയില്ല. ചേട്ടൻ എഞ്ചിനീയറിംഗ് എടുത്തു, അതും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്തു, ഞാനും അത് തന്നെ എടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എഞ്ചിനീയറിംഗ് കഴിയുന്നവരെ സത്യമായിട്ടും അറിയില്ലായിരുന്നു. എനിക്ക് ഇപ്പോഴും അറിയില്ല ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച ആൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന കുട്ടികളോട് ഇത് തന്നെ പറയേണ്ടി വരുമോ? അവർക്കും അറിയില്ല. അതായത് ഞാൻ അപ്പോഴും സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമാണെങ്കിലും ആഗ്രഹമല്ല, എന്നൊരു സ്വപ്നം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. കാര്യം എങ്ങനെയാ ഒരു സാധാരണക്കാരൻ സിനിമയിലേക്ക് വന്നു കയറുന്നത്, അതൊരു ബാക്കപ്പും ഇല്ലാതെ. അത് പറ്റുമെന്ന് തന്നെ അറിയില്ലായിരുന്നു. ശ്രമിച്ചു നോക്കിയപ്പോഴാണ് പറ്റുമെന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്ത ആളാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കയറിയതിന് ശേഷമാണ് അവിടുത്തെ എന്താണ് ജോലി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ സോഫ്റ്റ്വെയറിൽ ഇങ്ങനെയായിരിക്കും ജോലി എന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ പഠിക്കുന്നത്. ഇല്ല, ഞാൻ വർക്ക് എനിക്ക് കല്യാണത്തിന് മുമ്പ് വരെ ജോലി ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ പോവാൻ മടി. അങ്ങനെ ഞാൻ പറഞ്ഞു പോകണ്ട. പ്രോത്സാഹിക്കാൻ ഒരു ഹസ്ബൻഡ് ഉള്ളപ്പോ നമ്മള് പിന്നെ എന്നത്തിനല്ലേ മെനക്കിടന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാ മതിയല്ലോ എന്ന് വിചാരിക്കുക. എന്റെ അടുത്ത് ആരെങ്കിലും പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷം. എന്നോട് പറയാറുണ്ട്, നീ കുറച്ച് കഴിയുമ്പോ നീ ജോലിക്ക് പോ, ഞാൻ വീട്ടിൽ കിടന്ന് തുടങ്ങാം, അത്രയും സുഖമായിട്ടിരിക്കാലോ. ഞാനൊക്കെ പറയാറുണ്ട്, നീ എന്തൊരു ഭാഗ്യവതിയാണ്. നേരെ മറിച്ച് ഞാനായിരുന്നെങ്കിൽ ഞാൻ സുഖമായിട്ട് ഭക്ഷണവും കഴിച്ച് സിനിമയും കണ്ട് വീട്ടിലിടുക. ഇപ്പൊ ഈ സിനിമാഭിനയം അല്ലാതെ വേറെ എന്തെങ്കിലും ജോലി ആയിരുന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി പോയേനെ. ദിവസം രാവിലെ എഴുന്നേറ്റ് ചെയ്ത് പണി തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സിനിമയാണെങ്കിൽ സിനിമയ്ക്ക് എന്ത് ഗുണമെന്ന് വെച്ചാൽ ഓരോ ദിവസം നമ്മൾ ഓരോ സ്ഥലത്തേക്കാണ് പോകുന്നത്. ചിലപ്പോൾ ഒരു മാസം നമ്മളൊരു ക്യാരക്ടർ ആണെങ്കിൽ അടുത്ത മാസം വേറൊരു ക്യാരക്ടറാണ്. ബോറടിക്കില്ല.
ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഞാൻ കുറേ ട്രാവൽ ഈ പറച്ചില്ല എനിക്ക് മനസ്സിലായത്. ഒരിടത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഇഷ്ടമല്ല, ഇങ്ങനെ ട്രാവൽ ചെയ്ത്. ഈ ട്രാവലിങ്ങിന് ഇഷ്ടമായിട്ടാണോ അതോ ഈ പ്രകൃതി ഒക്കെ ആസ്വദിച്ചാണോ പോകുന്നത്? എനിക്ക് ട്രാവലിംഗ് ഈ പോകുന്ന യാത്രയുണ്ടല്ലോ, യാത്രയേക്കാൾ ഇഷ്ടം പുതിയൊരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങുന്നതാണ്. യാത്രയിൽ ഞാൻ ചിലപ്പോൾ കിടന്ന് ഉറങ്ങിയെന്ന് വരാം, ഞാൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആലോചിച്ചിട്ട് പുസ്തകം വായിച്ചിരുന്നെന്ന് വരാം. പക്ഷെ ഒരു സ്ഥലത്തെത്തി അവിടുത്തെ കാഴ്ചയൊക്കെ ആസ്വദിക്കുക, അല്ലെങ്കിൽ ഞാൻ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ ഒരു തവണ ഉത്തരാഖണ്ഡിലൊരു സ്ഥലത്ത് പോയപ്പോൾ ഞാനിപ്പോൾ ബസ്സിൽ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ബസ്സിൽ നമ്മൾ ഈ ഹെയർ പിൻ ഇറങ്ങി വരുമ്പോൾ കാണാം ഒരു സ്ക്വയർ, ഒരു സ്വിമ്മിംഗ് പൂൾ പോലൊരു സ്ഥലം. നാച്ചുറലാണ്, മാൻമെയ്ഡ് അല്ല. അത് ബസ്സിൽ വെച്ച് കാണുമ്പോഴേ നമ്മൾ പറയുന്നുണ്ട് അങ്ങോട്ട് പോകണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബസ് ഇറങ്ങി ഞങ്ങൾ ഈ വഴി കണ്ടുപിടിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ എന്ന് വെച്ചാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, കുറേ പാറക്കൂട്ടങ്ങളുടെ നടുക്കൊരു വലിയ പാറയുടെ ഫ്രണ്ടിലാണ് ഈ സ്വിമ്മിംഗ് പൂളുള്ള സ്ഥലം. അപ്പം ഞാൻ ചെന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നു. ഞാൻ എന്നിട്ട് അതിലേക്ക് എടുത്ത് ചാടി ആ വെള്ളത്തിലേക്ക്. പക്ഷെ അത് ക്വിക്ക് സാൻഡ് ആയിരുന്നു. ക്വിക്ക് സാൻഡിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ക്വിക്ക് സാൻഡിനെ പറ്റി കേട്ടിട്ടുണ്ട്. ക്വിക്ക് സാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തരിമണലാണ്, നമ്മുടെ കാലൊക്കെ കുഴിഞ്ഞു. എനിക്ക് ചാടി എന്റെ മുട്ടൂരകത്തേക്ക് പോയപ്പോൾ തന്നെ മനസ്സിലായി അങ്ങനെ വലിച്ച് കൊണ്ടുപോകുന്നല്ല, നമ്മുടെ വെയിറ്റ് അനുസരിച്ച് വെള്ളത്തിലേക്ക് പോകും. ഞാൻ ചവിട്ടി വഴിക്ക് കുറച്ചങ്ങോട്ട് പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പെട്ടെന്ന് കുടഞ്ഞങ്ങോട്ട് കയറി. പക്ഷേ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഗംഗയിൽ കുളിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈ ഉത്തരാഖണ്ഡിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ട് ട്രാവൽ ചെയ്താലും നമ്മുടെ ഒരു സൈഡിൽ ഗംഗ ഉണ്ടാവും. ഞാൻ റാഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് ഗംഗയിൽ. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ടോവിനോ ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തൊരു കാര്യം ഇപ്പൊ ഇതുവരെ വർത്താനം പറഞ്ഞില്ല, ഞാൻ കേട്ടില്ല. പാട്ട് പാടും? ഇല്ല, ഞാൻ പാട്ട് പാടും, അത് എനിക്ക് വേണ്ടി മാത്രം. ഭാര്യയ്ക്ക് വേണ്ടി പാടുന്നില്ലേ? പാടിയിട്ടുണ്ട്, നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയതാ. വേണ്ട, പാടണ്ട, ഞാൻ അതിലും ഭേദം റേഡിയോയോ അല്ല വേറെ വല്ല പാട്ടും കേട്ടോളാം. അല്ല, എന്താ അറിയോ, നമുക്ക് ഉള്ളൊരു വില കളയരുതല്ലോ. ഞാൻ ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും പാടാറൊക്കെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഞാൻ പാടാറുണ്ട്. പക്ഷെ ഒരു ക്രൗഡിന്റെ മുമ്പിലൊക്കെ പാടുമ്പോൾ എന്ന് വെച്ചാൽ അറിയാത്തൊരു പണി വെറുതെ ചെയ്യരുത്. അതാണ് എൻ്റെ ഒരു, ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. നമുക്ക് ഇങ്ങനെ ടോവിനോനെ പോലെ എഞ്ചിനീയറിംഗ് ഞാൻ പഠിച്ചിറങ്ങിയത്, ഇപ്പൊ പഠിച്ചതൊന്നും അല്ല പാടിയത്. ഇപ്പൊ മോക്ക് വേറെ എന്നതെങ്കിലും കലാപരമായിട്ട് വല്ല? അങ്ങനെ പാട്ട് ആസ്വദിക്കും, കവിതകൾ ഇഷ്ടമാണ്, കേൾക്കാറുണ്ടോ? പണ്ടൊക്കെ എഴുതാറൊക്കെ ഉണ്ട്. ഇപ്പൊ എഴുതുന്നില്ല, ഞാൻ പറയുന്നുണ്ട് എഴുതാൻ പറയുന്നില്ല. ആ കഴിവ് കിട്ടാന്ന് പറയുന്നത് ഇപ്പൊ ഞാനും മടിയെത്തിയായി. ടോവിനോട് കൂടിയതിന് ശേഷമാണോ? അല്ല, പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ഞാൻ പ്രോത്സാഹനം കൂടെ കൂടിയതിനു ശേഷം മടി വന്നത് പ്രോത്സാഹനം. ഞാനും കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഇവള് മാത്രമേ ദൈവം സഹായിച്ച ഇവള് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല, അത് പറയുന്നത് ദൈവം സഹായിച്ച ഇവള് മാത്രമേ അത് കേട്ടിട്ടുള്ളൂ. എനിക്ക് അതിലെ വരികളൊന്നും ഓർമ്മയില്ല, പക്ഷെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ കത്തുകൾ എഴുതി പ്രേമിച്ചിട്ടുള്ള ആളാണ്. ഇല്ലല്ല, ഞങ്ങള് കത്തുകൾ എഴുതി പ്രേമിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ കത്തുകളൊക്കെ എഴുതിക്കണ്ടപ്പോ അപ്പൊ അതില് കൊടുത്തുവിടും. അതിന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എഴുതിയിട്ടുള്ള കത്തുകളിലാണ് ഞാൻ ഈ പറയുന്ന കവിതാ ശകലങ്ങൾ ഉള്ളത്. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, അതാ ഞാൻ പറയുന്നത്, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇത് നമ്മുടെ സൂക്ഷിച്ച് വെച്ചേക്കുന്നുള്ളൂ. അതെടുത്ത് നോക്കിയപ്പോ വളരെ മോശമായിരുന്നു അത്. കവിതകളൊക്കെ മറ്റേ ഇളങ്കാറ്റിൽ തേങ്ങാക്കുലകളാടുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ കവിതകളില്ലേ, പൊക്രാനിലെ വസന്തകാല പറവുകളൊക്കെ. മറ്റേ കല്യാണരാമൻ സിനിമയിൽ പറയുന്നില്ലേ, മറ്റേ പൊക്രാനിലെ വസന്തകാല എന്താ പറയുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര പോരായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് എന്റെ വീട്ടിൽ നിന്ന് അതൊക്കെ ഞാൻ ഇങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം ഞാൻ എടുത്ത് വായിച്ചപ്പോ നമുക്ക് ചിരിച്ച് ഒരു എന്താ ഭയങ്കര അത് സൂക്ഷിച്ചെടുത്ത്. ശരിക്കും എന്താ അറിയുമോ, പ്രേമിക്കുന്ന സമയത്ത് ഭയങ്കര പൈങ്കിളിയാണ് എല്ലാവരും. അല്ലാന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും അങ്ങനെയാണ്.
ആ സമയത്ത് പക്ഷെ അവർക്ക് മനസ്സിലാവില്ല ഒരു പൈങ്കിളിയാണെന്ന്. പുറത്ത് നോക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുകയും ചെയ്യും, അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും നമ്മുടെ പൈങ്കിളി. പിന്നീട് നമുക്ക് മനസ്സിലാവുമ്പോഴാണ് നമ്മൾ ചമ്മുന്നത്. അത് ശരിയല്ലോ, സത്യം പിന്നെയല്ലേ അറിയുന്നത്. അല്ല പോട്ടെ, എന്നാലും വേണ്ട ഒരു 2 വരി. അയ്യോ ഞാൻ ഒട്ടും പാടില്ല. ഇങ്ങോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്, ടോവിനോക്ക് എഴുതി കൊടുത്ത. ഞങ്ങള് ലെറ്റേഴ്സ് അപ്പൊ പിന്നെ മോള് 2 വാക്ക്. അല്ല, കവിത എഴുതുന്ന ഒരു വ്യക്തിയാണ്, കവിയത്രി എന്നൊക്കെ ഞങ്ങൾ പറയാം. വേണ്ട. ഇല്ല ഞാൻ പാടി പിന്നെ ഈ പ്രോഗ്രാം പിന്നെ അവർ വെച്ചിട്ട് പോകും. അത് വേണ്ട, എനിക്ക് പ്രോഗ്രാം വേണം. പറഞ്ഞ കാര്യമുണ്ട്. അപ്പൊ പാടുന്നില്ല. ഇല്ല. അപ്പൊ ഇപ്പൊ മോള് എന്താ ഹൗസ് വൈഫ് ആക്കാം? ജോലിക്ക് പോണം എന്നില്ല? ജോലിക്ക് ഇനി പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല. കാര്യം ഞങ്ങൾക്ക് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ചോദിച്ചു നോക്ക് എപ്പോഴും വെറുതെ ഇരിക്കാറുണ്ടോ? എൻ്റെ അമ്മ വെറുതെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൻ ലോയറാണ്. പക്ഷെ അപ്പൻ കോടതിയിൽ നിന്ന് എപ്പോൾ ഫ്രീ ടൈം കിട്ടിയാലും നേരെ പോകുന്ന പറമ്പിലേക്കാണ്. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൃഷിയുണ്ട്. ഈ എഞ്ചിനീയറിംഗ് അപ്പം പഠിപ്പിക്കാൻ വിട്ടേ ഈ അഭിനയത്തോട് അപ്പം തെറി വിളിച്ചിട്ടേ? അത് എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ചാൽ എൻ്റെ നിശ്ചയത്തിൻ്റെ അന്ന് അപ്പൻ സ്റ്റേജിൽ കയറിയിട്ടൊരു പ്രസംഗം എല്ലാവരും പറയുന്ന പോലെ പറയുമല്ലോ. അപ്പോൾ അപ്പം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഇതുപോലെ എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങളും അതിനോടുള്ള അപ്പൻ്റെ റിയാക്ഷൻസിനെ പറ്റിയാണ് അപ്പം പറയുന്നത്. പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ് പാസ്സായപ്പോൾ ഇവന് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇവന് ജിമ്മിന് പോകണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഇവനെ സമ്മതിച്ചില്ല. അന്ന് ഇവൻ പട്ടിണി കിടന്നും വാശി പിടിച്ചും പോയി നിർബന്ധിച്ച് അവസാനം പോയി. പക്ഷേ ജിമ്മിൽ പോയി തുടങ്ങി 1-2 വർഷം കഴിഞ്ഞപ്പോൾ അപ്പന് മനസ്സിലായി ഞാനായിരുന്നു ശരി എന്നുള്ള കാര്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് എൻ്റെ അപ്പൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ മിസ്റ്റർ തൃശ്ശൂർ കോമ്പറ്റീഷന് അന്ന് പങ്കെടുത്തിട്ടുണ്ട്. ആ പങ്കെടുക്കാനായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ കാണുന്ന അപ്പൻ 2 കയ്യിലും കവറൊക്കെ വരെ ഒരു 100 മുട്ടയും കൊണ്ടുവരാണ്. അപ്പോൾ ദിവസവും 10-20 മുട്ട 30 മുട്ടയൊക്കെ കഴിച്ചിരുന്നു ആ സമയത്ത്, മുട്ടയുടെ വെള്ളം. അപ്പോൾ ആദ്യം എതിർത്ത അപ്പൻ തന്നെ പിന്നീട് അത് സപ്പോർട്ട് ചെയ്തു. പിന്നീട് ഞാൻ പ്രേമിക്കുന്ന കാര്യത്തിന് മുമ്പ് സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആദ്യം സമ്മതിച്ചില്ല. ഇതേ അപ്പം തന്നെ ഞാൻ അഭിനയിച്ചു തുടങ്ങിയിട്ട് ഇപ്പോഴും ഞാൻ കരയുന്ന സീനോ ഞാൻ വിഷമിക്കുന്ന സീനോ കണ്ട തിയേറ്ററിൽ നിന്ന് കരയപ്പൻ. അല്ല, ആ എതിർത്തിരുന്ന അപ്പൻ തന്നെയാണ് ഇപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയായിരുന്നു കല്യാണത്തിന് സമയത്തും. അതാ നിശ്ചയത്തിൽ പറഞ്ഞതാണ്. ഞാൻ ആദ്യം ഇവനെ എതിർത്തതാണ് പ്രേമമോഹം എന്ന് പറഞ്ഞപ്പോൾ. പക്ഷെ ഇപ്പം ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ അനുഭവം വെച്ചിട്ട് ഇവൻ്റെ തീരുമാനം തന്നെയായിരിക്കും ശരി. ഈ ജിമ്മൊക്കെ പിടിച്ച് നിൽക്കുന്ന പിള്ളേര് അടി തുടങ്ങിയാൽ പിന്നെ അവിടെ എങ്ങും കാണുകയല്ലെന്നാ പറഞ്ഞേക്കുന്നത്. സത്യമാണ്? അത് ഞാനല്ല പറയേണ്ടത്, പിന്നെ എന്നെ പരിചയമുള്ളവരോട് ചോദിക്കും, അവർ പറഞ്ഞു തരും. ശരിക്കും ഞാൻ ചോദിക്കാം. എനിക്ക് അങ്ങനെ കാര്യം എന്താ പറയാ, നമ്മുടെ പവർ കൂടുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമയിലെ ക്യാരക്ടർ കണ്ടിട്ട് ആരെങ്കിലും പിടിച്ചിട്ടുണ്ട്? ക്യാരക്ടർ കണ്ട് പേടിച്ചിട്ടൊന്നുമില്ല. എന്നോട് ദേഷ്യം തോന്നിയിട്ടുള്ള ഒരു കുട്ടിയുടെ കഥ പറഞ്ഞുതരാം. ABCD കഴിഞ്ഞിട്ട് കൂതറ എന്നുള്ള സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോനായിട്ട് അഭിനയിക്കാൻ വന്ന ഒരു പയ്യനുണ്ട്, 5 വയസ്സുള്ള ഒരു പയ്യൻ. അവൻ വന്നിട്ട് ഡയറക്ടറൊക്കെ ചെയ്യുമ്പോൾ പറയാണ് ഇയാളുടെ മോനായിട്ട് ഞാൻ അഭിനയിക്കില്ല. അപ്പം ഞാനപ്പോൾ വിചാരിച്ച് ഞാനാകെ ചമ്മിയിട്ട് എന്ത് പറ്റി പോലെ. അപ്പോഴാണ് അവൻ പറയുന്നത് ABCD കണ്ടുള്ളവർക്ക് മനസ്സിലാവും. അതായത് ഞാൻ ജോൺസിൻ്റെയും കോരയുടെയും പാസ്പോർട്ട് കീറി കളഞ്ഞത്രേ. അവൻ 10 പ്രാവശ്യം ABCD കണ്ടതാണ്. അപ്പൊ 10 പ്രാവശ്യം ABCD കണ്ട ഒരു കുട്ടി അവന്റെ ഹീറോസ് ജോൺസൺ കോരയാണ്. അപ്പൊ അതില് അപ്പൊ ഞാൻ അവരുടെ പാസ്പോർട്ട് കീറി കളഞ്ഞ അവർ അമേരിക്കക്ക് പോകാൻ സമ്മതിക്കാതിരുന്ന ആളാണ്. അതുകൊണ്ട് ഇവനോട് ഭയങ്കര ദേഷ്യം, എന്റെ മോനായിട്ട് അഭിനയിക്കില്ലാണ്. അവസാനം ഈ പറയുന്ന ദുൽഖർ സൽമാനെയും ജേക്കബ് ഗ്രിഗറിനെയൊക്കെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്ത് ഗ്രിഗറിനെ കൊണ്ട് ഫോണിലൊക്കെ സംസാരിപ്പിച്ച് എന്നിട്ടാണ് അവൻ നോക്കെ ഞാൻ അഭിനയിച്ചേക്കാം, ചെറിയ പയ്യനായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. പക്ഷെ എന്തായാലും ജീവിതത്തിൽ ടോവിനോ ഒരിക്കലും തോക്കാൻ പാടില്ല. ശരിക്കും ഉയർച്ചകളിലേക്ക് എന്നാ പറയുന്നത്, ടു ഹൈറ്റ്സ് എത്തട്ടെ, എത്ര എത്താമോ അത്രയും എത്തട്ടെ. പിന്നെ ഈ ചേച്ചിയുടെ ഒരു കൊച്ചു കിച്ചണിൽ വന്ന് ഇത്രയും വിശേഷങ്ങൾ പറഞ്ഞ് ഈ കിച്ചണിൽ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ ഇഷ്ടം പോലെ ഓഫേഴ്സ് വന്ന് ഒത്തിരി ബിസി ആയിട്ട് ഇനി ചേച്ചി ഇവിടെ ഷോയ്ക്ക് വിളിക്കുമ്പോൾ ചേച്ചി എനിക്ക് ടൈമില്ല എന്ന് പറയുന്ന ഒരു എന്നാ പറയുക ഹൈറ്റ്സിലേക്കും ബിസി ഷെഡ്യൂളിലേക്കും ടോവിനോ എത്തട്ടെ. ഈ ഷോയിലേക്ക് വന്നതിന് വളരെ താങ്ക്സ്. ഇനി നമ്മുടെ പ്രേക്ഷകരോട് ഒരു കാര്യമേ പറയാവുള്ളൂ. വിശേഷങ്ങൾ കേട്ടിരുന്ന സമയം പോകുന്ന അറിയുന്നില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ സമയം മതിയാവുന്നുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട് കേട്ടോ. പക്ഷെ എന്നാ ചെയ്യാനാ, ഹെൽപ്ലെസ്. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. Till then, goodbye.